എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഓട്സ് പുട്ടാണ്. ഡയബറ്റിക് പേഷ്യൻസിനൊക്കെ നിത്യവും ഉണ്ടാക്കി കൊടുക്കുന്ന പാചക രീതികളിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇതുപോലൊരു ഹെൽത്തി പുട്ട് തയ്യാറാക്കി കൊടുക്കുവാണെങ്കിൽ അവർ ഒരുപാട് ഇഷ്ടത്തോടു കൂടി തന്നെ കഴിക്കുകയും ചെയ്യും. ഇനി പുട്ട് തയ്യാറാക്കി എടുക്കാനായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ക്യാരറ്റ് ആണ്. നമ്മൾ ഇന്ന് ഓട്സ് നനച്ചെടുത്തിട്ടല്ല ചെയ്യുന്നത്. ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 2 കപ്പ് അളവില് ഓട്സും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം 10 മിനിറ്റ് നേരം നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ച് കൊടുക്കണം. 10 മിനിറ്റിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. 2 കപ്പ് ഓട്സ് എടുത്തു കഴിഞ്ഞാൽ 3 ക്യാരറ്റ് ആണ് കറക്റ്റ് ആയിട്ടുള്ള ഒരു പാകം. ഇപ്പോൾ നല്ലപോലെ പൊടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. ഒറ്റ തവണ കൊണ്ടല്ല, നമുക്ക് 2-3 തവണകൾ കൊണ്ട് തന്നെയാണ് ഇതൊന്ന് പൊടിച്ചെടുക്കാൻ സാധിക്കുന്നത്. ഓട്സും ക്യാരറ്റ് ചേർത്ത് പൊടിച്ചെടുക്കുമ്പോൾ ഇതിലേക്ക് ഒരു തരി പോലും വെള്ളം ചേർത്ത് കൊടുക്കരുത്. ക്യാരറ്റിന്റെ ജ്യൂസ് കൊണ്ടാണ് നമ്മൾ ഈ പൊടി നനച്ചെടുക്കുന്നത്. ഇനി ആവി വരുന്ന പുട്ടുകണയിലേക്ക് പൊടി വാരി നിറച്ച് കൊടുക്കും. നിങ്ങൾക്കിപ്പോൾ നാളികേരം ചേർക്കാൻ താല്പര്യമില്ലെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് അങ്ങ് ഒഴിവാക്കാവുന്നതുമാണ്. ഇനി ആവി വരുന്ന പുട്ടുകണയിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. 2 മിനിറ്റ് പോലും വേണ്ട ഈ ഒരു ഹെൽത്തി പുട്ട് ഇവിടെ വേവിച്ചെടുക്കാനായിട്ടും. നല്ലോണം വെന്ത് കഴിഞ്ഞാൽ ഒരു സെർവിംഗ് പ്ലേറ്റിലേക്ക് കൂടെ മാറ്റാം. കാണാനും നല്ല ചേലാണ്, കഴിക്കാനും സൂപ്പർ ടേസ്റ്റ് ആണ്. ഇതുപോലൊരു സിമ്പിൾ പുട്ട് എല്ലാവരും വീടുകളിൽ തയ്യാറാക്കി നോക്കണേ. പാൽപുട്ട് മാറി നിൽക്കും രുചിയിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ ഇഷ്ടപ്പെടുത്തുന്നതിനായിട്ട് കുറച്ച് പഞ്ചസാര കൂടി ചേർത്തിട്ട് നമുക്ക് തയ്യാറാക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ കൂട്ടുകാരെ.